എന്ത് എന്തോ അടാ മിക്സ് ചെയ്ത കുറഞ്ഞു പോയിട്ടോ. പേരും അഡ്രസ്സും കൊടുക്കും. ദയവ് ചെയ്ത് മഹാരാഷ്ട്രയ്ക്ക് ഒരിക്കലും വരരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ 2020 ആദ്യമായിട്ട് വന്നതാണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ലാൻഡ്സ്കേപ്പ് ഒന്ന് കാണിച്ചെടുത്ത അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ഹരിയർ ഫോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെയൊക്കെ ഫുൾ ആൾക്കാരാട്ടോ. അങ്ങോട്ട് ടിക്കറ്റ് 30 റുപ്യാണ് ഒരാൾക്ക്. 1 പേഴ്സൺ വരുന്നത് 30 രൂപ. പിന്നെ ക്യാമറ ചാർജ് വരുന്നത് 100 റുപ്പീസാണ് വരുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടത്. സംഭവം അടിപൊളിയാണ്. മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങി വന്ന് വഴികളായതപ്പോൾ ഇതൊക്കെ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വഴി ഇവിടെ അല്ലായിരുന്നു. മറ്റൊക്കെ നമ്മൾ തപ്പി പിടിച്ച് കയറി പോണൊരു പരിപാടിയായി. ഇതിപ്പോൾ വഴിയായി. മഴ പെയ്തപ്പോൾ നിങ്ങളെ പോലീസ് ചെക്കിങ്, പട്ടാള ചെക്കിങ് ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങള് കൊരങ്ങന്മാരെ ചെക്കിങ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതാ വരിക്ക് നിൽക്കണില്ല. ഞങ്ങള് ഇട്ടേ വിടണുള്ളൂ. എല്ലാ ഭാഗത്തും ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് മുതൽ താഴത്തുനിന്ന് മുതൽ തുടങ്ങുകയാണ്. അതാ ഒരുത്തനെ ഇതാക്കിണ്ട്. കയറുന്ന പോലെ മാത്രമല്ല ഇറങ്ങണ പോലെയും തപ്പുണ്ട്. ഇപ്പന്മാര് സീനാണ്. മാക്സിമം ഇവിടെ വരുന്ന പോലെയൊക്കെ ബാഗൊക്കെ സേഫാക്കി വെക്കുക. എത്ര ആൾക്കാരറിയോ. ഇവിടെ ഒരു ബോർഡും വെച്ചാണ് മൊബൈലെടുത്ത് പോകാൻ നിൽക്കണ്ട, പണി കിട്ടും, പണി വരുന്നുണ്ടെന്നാ പറച്ച. ഒരു മേലെന്ന് പോലും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് സ്പോട്ടഡ് പറഞ്ഞിട്ട്. എന്ത് പാവന്മാരെയാ നിൽക്കണേ. ആരെങ്കിലും ചെന്നാൽ മതി. അതാ എങ്ങട്ടാടാ? ആരാടാ? എന്താ നോക്ക്. അതാ വരുന്ന. അതാ തപ്പിടി കണ്ടില്ലേ? ഇവിടെ ഒക്കെ ഉണ്ട്. ആശാമാര് ഫുള്ള് എല്ലായിടത്തും പോലെ ഇത് ഫുള്ള് കയറി കാണണം. മലയാളിക്കുള്ള പുതിയ സംവിധാനമാണ് ഇവരെ. ഇവര് ഈ സാധനമൊക്കെ കൊണ്ടുവരണ ഈ ഒറ്റൊരു ആയുധം കല്ലും കൂടി ഇല്ലാതെ ഒരു വെറുതെ കാണിച്ചിട്ടാണ്. പൂര സെക്യൂരിറ്റി. എവിടെ സാധനം നമുക്ക് ടെസ്റ്റ് അടിച്ച് വെക്കാന് പോയി പേടിച്ചു പോയി അവര്. ഇവിടെ അതാ ആ സാധനം നിൽക്കണേ. ഇവിടുന്ന് ഫുള്ള് നോട്ട് ചെയ്തിട്ട് അവിടെ താഴ്ത്തു പോയി പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ പക്ഷെ കല്ലില്ലേട്ടാ. കല്ലില്ലാതെയാണ് ചെക്കാൻ കഴിയുന്ന ആക്ഷൻ കാണിക്കാൻ. അത് സീനം അല്ലടാ, കാര്യത്തിലടാ. ഇവ ഒന്ന് പറയാനും അത് വിശ്വസിക്കാനും പറയണം. വീട്ടില് ഒന്ന് ഏതാ ഇന്നലെ ബ്ലഡ് കൊടുത്തു. പുതിയ ബ്ലഡ് ഇപ്പൊ കേറിയതിന്റെ പവറാന്ന് തോന്നണത്.